അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അമ്മ വന്ന ശേഷം പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കല്യാണവും ക്രിസ്മസും പെരുന്നാളും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കും ആകെപ്പാടെ മൊത്തത്തിൽ തിരക്കായിപ്പോയി. ഒന്നിനും ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മുടക്ക ദിവസം ആയതുകൊണ്ടിട്ട് ഒന്ന് കറങ്ങാൻ പോവാമെന്ന് കരുതിയേ. ഇല്ല, അത് അവളത് മറ്റേ താക്കോലുണ്ടോ? ചോറ് കഴിച്ചാ മിക്കി കണ്ടാ മിക്കുമോൻ ചക്രമോൻ എന്താണ് വായിക്കിട്ടിരിക്കണ ഇല്ല കിടക്കണങ്ങാണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോകണേ കേട്ടോ. അപ്പോൾ നമുക്കും കാറുണ്ട്, പക്ഷേ നമുക്ക് ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ലോങ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആലപ്പുഴ വരെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ വേറെ പുറത്തുനിന്ന് റെൻ്റ് കാർ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേട്ടൻ പോയത്. അപ്പോൾ 2 വീലറോടെ വെച്ചിട്ട് കാറായിട്ട് വരും. അപ്പോൾ ഞങ്ങളല്ലേ അതിൻ്റെ അപ്പനും അമ്മയും അമ്മിക്കുട്ടിയും ആലും ഞാനും ഒക്കെ റെഡിയായി നിൽക്കണേ. അങ്ങനത്തെ റോട്ടിലോട്ട് നമ്മൾ നടന്നു പോകണേ ചേട്ടൻ വിളിച്ചു കേട്ടോ റോട്ടിലോട്ടേ ചെല്ലാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകണേ. നമ്മുടെ വീട്ടിൽ നിന്നേ റോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ സമയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. 11 മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. പൊരി വെയിൽ. ദാ കിടക്കണതാണ് നമ്മുടെ കാറ്. അവിടെ ഒരു ഗ്രേ കളറുള്ള കാറ് കിടക്കണ കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ കാർ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണത് ഈ ഒരു കാറിലാണേ. അപ്പോൾ ആമിക്കുട്ടി ഫസ്റ്റിൽ കയറി ഫ്രണ്ടിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിനി മടിയിൽ ഇരുത്തിയിട്ട് വേണം ആളെ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മടിയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നില്ല കേട്ടോ. വേഗം ബാക്കിലോട്ട് ഓടിപ്പോയി അമ്മേനെ കൂടെ ഒക്കെ പോയിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കണ്ടക്കടവ് വഴിയിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത്. അവിടെ കണ്ടക്കടവ് പള്ളിയിലും പെരുന്നാളാണെന്ന് തോന്നണം കേട്ടോ. കണ്ട 2 സൈഡും തോരണമൊക്കെ തൂക്കിയേക്കണത്. ഈ മാസം എന്ന് പറയുമ്പോഴത്തേക്കും പെരുന്നാളിൻ്റെ മാസങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നസ്രത്ത് പള്ളിയിൽ പെരുന്നാളാണ്, പിന്നെ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളാണ്. അവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്കൊന്നും 1 മാസം ആയെന്ന് തോന്നണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അർത്തുങ്കൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ആലപ്പുഴയിലോട്ട് പോകണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴ എന്ന സ്ഥലത്തോട്ട് മാത്രമായിട്ട് പോണത്. മറ്റേ നമ്മൾ കൊല്ലം പോകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ കൂടിയൊക്കെ പോകുമെങ്കിലും ആലപ്പുഴയിലോട്ട് മാത്രമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈ അമ്മ വന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ഒരിടത്തോട്ടും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇനി ഫെബ്രുവരി 9-ാം തീയതി അമ്മ തിരിച്ചു പോകും. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു 1 ഡേ ട്രിപ്പ് പോലെ പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ലാസ്റ്റ് പറഞ്ഞു പിടിച്ച് വന്നപ്പോഴത്തേക്കും ആലപ്പുഴയിൽ എത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നാണെങ്കിൽ ചേട്ടൻ്റെ ക്ലാസ്സും ഇല്ലല്ലോ, റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടിട്ട് മുടക്കായതുകൊണ്ടിട്ട് എല്ലാവർക്കും ഇന്നാണ് ഒരു ദിവസം അവധിയായിട്ടുള്ളത്. പിള്ളേർക്കും ക്ലാസ്സില്ല. അങ്ങനെ പോകാമെന്ന് കരുതി. പിന്നെ ഇന്നലെ നമുക്ക് ഞായറാഴ്ച കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് പറ്റിയില്ല. ഇന്ന് എന്തുകൊണ്ടും പോകാമെന്ന് കരുതി. പിന്നെ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. ശനിയാഴ്ചയും ചേട്ടന് സ്കൂൾ ട്രിപ്പ് ഉണ്ട്. KVയിൽ സ്കൂളുള്ളത് കൊണ്ടിട്ട് അന്നും ചേട്ടന് ട്രിപ്പ് ഉള്ളത് കൊണ്ടിട്ട് നമുക്കന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മുടക്കായതുകൊണ്ടിട്ടാണ് ഇന്നങ്ങനെ പോകാമെന്ന് കരുതിയത്. അങ്ങനെ ഞങ്ങൾ അർത്തുങ്കൽ പള്ളിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് പള്ളിമുറ്റത്ത് കൊണ്ടേ വണ്ടി ഇടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അവിടെ പോലീസുകാർ അങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നില്ല. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പുറത്ത് ഇത് ഏത് പള്ളിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. സെൻറ്റ് ജോർജ് ആണോ എന്നറിയില്ല കേട്ടോ. ആ ഒരു ഗ്രൗണ്ടിലാണ് വണ്ടിക്ക് ഇട്ടേച്ചത്. അപ്പോൾ നമ്മൾ പൊരി വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാലേ കണ്ണ് തുറക്കാൻ പറ്റാത്തത്ര വെയിലാണ്. കണ്ണിലോട്ട് അടിച്ചിട്ട് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റണില്ല, അത്രയും വെയിൽ. അപ്പം പിന്നെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പിന്നെ റോഡിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ കുറേ ദൂരം ഉള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യണതിന് 25 രൂപ എങ്ങോട്ട് മേടിച്ചേട്ടാ. അപ്പോൾ ആ ചേട്ടൻ തന്നെ പറഞ്ഞ് ഈ പുറകെ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തുമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളിത് നടന്ന് നേരെ പള്ളിയിലെത്തി കേട്ടോ. അപ്പോഴത്തേക്കും ആദ്യം തന്നെ അടിമ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ അടിമ കഴിക്കണത് എന്താണെന്ന് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പ്രത്യേകം എടുത്തത്. അച്ഛൻ ഇങ്ങനെ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പിന്നെ അതുപോലെ തന്നെ പുത്തൻ വെള്ളം തളിക്കും. ഇതൊക്കെയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. ഇതാണ് അടിമ കഴിക്കൽ കേട്ടോ.
ഈ അടിമ കഴിക്കണതിന് എന്തോ 10 രൂപ 15 രൂപയുടെ എന്തോ ചീട്ടെടുക്കണം കേട്ടോ. ഞാൻ എത്ര രൂപയാണെന്ന് ഞാൻ നോക്കിയില്ല, അമ്മയാണ് അവിടെ പോയി ചീട്ടെടുത്തപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾക്കൊക്കെ പൈസ മേടിക്കില്ല, അതേപോലെ തന്നെ നമുക്കിങ്ങനെ അടിമ കഴിക്കണതിനൊക്കെ ചെറിയ ഒരു 10-15 രൂപയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ കയറി രൂപമൊക്കെ മുത്തി. പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പള്ളിക്ക് അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറിയ സമയത്ത് അമ്മ രൂപമൊക്കെ മുത്തിയിട്ട് ആദ്യം തന്നെ അമ്മയുടെ കൂട്ടുകാരത്തിൻ്റെ അടുത്ത് പോയി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് വെച്ചേട്ടാ. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ തിരിച്ച് നമ്മൾ വണ്ടിയുടെ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ വെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ട് ഒരു കടയിലോട്ട് കയറി. ആ പള്ളിയുടെ പരിസരത്ത് വെള്ളം കുടിക്കണ ഒരു സ്ഥലവും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം എന്തെങ്കിലും തണുത്തത് കുടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു കടയിലോട്ട് വന്നേ. ഒരു ചെറിയ വീടോട് കൂടിയുള്ള കടയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് എന്താണ് നമ്മൾ കഴിച്ചത്, പുട്ടാറ്റെന്ന് തോന്നുന്നു കഴിച്ചിട്ട് പോയത്. പിന്നെ 12 മണി കഴിഞ്ഞ് 12:30 ആയി കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് 12:30-12:45. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വെള്ളം, സോഡ സർബത്ത്. അമ്മ പിന്നെ സോഡയും ഈ വക സാധനങ്ങളൊന്നും കുടിക്കൂല കേട്ടോ. അമ്മയ്ക്ക് വെള്ളം കൂട്ടിയൊരു സർബത്തും ഞങ്ങൾക്ക് സോഡ ഇട്ടൊരു സർബത്തും കുടിച്ചു. പിന്നെ അതുപോലെ തന്നെ അപ്പം നോക്കിയപ്പോഴത്തേക്ക് ആ ചേച്ചി നല്ല ചൂട് പഴംപൊരി കോരി അവിടെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പഴംപൊരി കഴിച്ച്, അമ്മ കഴിച്ച്. ആമിക്കുട്ടിക്കും ആലുവിനും വേണ്ടാന്ന് പറഞ്ഞു, അപ്പനും വേണ്ട, ചേട്ടനും വേണ്ട. പിന്നെ ആമിക്കുട്ടി എൻ്റെ ഇതിൽ നിന്ന് ഇച്ചിരി ഒന്ന് കടിച്ചൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ അവിടെ എടുത്ത് തരാൻ വേണ്ടിയിട്ട് ആ ചേച്ചി സർബത്ത് എടുക്കണത് കൊണ്ടിട്ട് എന്നോട് പറഞ്ഞു, മോളെ അതിൽ നിന്ന് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പറയേണ്ട താമസം ഞാൻ പിന്നെ അതിൽ നിന്ന് പോയി ഒരു ചെറിയ പേപ്പർ കഷ്ണമൊക്കെ മുറിച്ച് തന്നു കേട്ടോ. ടിഷ്യൂ ഉണ്ടായിരുന്നില്ല, നമ്മുടെ ന്യൂസ് പേപ്പറായിരുന്നു. സാരമില്ല, പിന്നെ കയ്യിൽ എണ്ണ ആകുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആ പഴംപൊരിയും ഒരു സർബത്തൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മളിപ്പോൾ നേരെ പോണത് ആലപ്പുഴയിലോട്ടാണ്. ഈ കടലിലേക്ക് നോക്കുമ്പോൾ കാണാൻ ഭയങ്കര നീളത്തേക്ക് കാണാൻ. എന്തോരോല്ലേ മീൻ നോക്കിയേ. അപ്പോൾ ആലപ്പുഴ നമ്മുടെ ആറ്റുമുഖത്തിലോട്ടാണ് കേട്ടോ ഞങ്ങൾ വന്ന്. ആറ്റുമുഖം മറ്റേ കള്ള് ഷാപ്പില്ലേ, ടോഡി ഷോപ്പ്, അങ്ങോട്ടേക്കാണ്. ഫുഡ് കഴിക്കാനാണ് മെയിൻ. പിന്നെ അപ്പൻ ഇച്ചിരി കള്ളൊക്കെ കുടിക്കും, അത് വേറെ കാര്യം. ഞങ്ങൾ ഫുഡാണ് കേട്ടോ മെയിനായിട്ട് കഴിക്കാൻ തുടങ്ങിയത്. കാരണം അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് അവിടെ, അമ്മ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് വന്നതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ പോകാൻ പോണ്. അപ്പോൾ ഇച്ചിരി ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ലാസ്റ്റ് ഞങ്ങൾ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ലാസ്റ്റ് എത്തിപ്പെട്ടത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് നല്ല തിരക്കാണ്. കാരണം മൊത്തവും വണ്ടി കണ്ട്, ആ കിടക്കണ വണ്ടി മുഴുവനും ഈ ആറ്റുമുഖം അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് നോക്കിയാൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങണേണ് കേട്ടോ. നല്ല തിരക്ക്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഓരോരോ ഷെഡ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഫാമിലിയായിട്ട്. പിന്നെ AC ഉണ്ട്, നോൺ AC ഉണ്ട്. പിന്നെ പുറത്തും അവർ ചെറിയ മേശയും കസേരയൊക്കെ ഇട്ടിട്ട് ആ തോടിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് ഞാൻ കണ്ടെങ്കിലും പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവരൊക്കെ അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. നെമ്മീൻ തേങ്ങ അരച്ചിട്ടുണ്ട്, കേരക്കരയുണ്ട്, ആറ്റുവാളക്കരയുണ്ട്, വലഞ്ഞറിയുണ്ട്, മഞ്ഞപ്പൊടി കറിയുണ്ട്, കറച്ചുണ്ട്, കൂന്തലുണ്ട്, നീരാടിയുണ്ട്, പോർക്കുണ്ട്, ചിക്കൻ പെരട്ട്, മീൻ പീര, ചിക്കൻ റോസ്റ്റ്, ബീഫ് ലിവർ, നീരാട്, പോർക്ക്, കൊഞ്ച് റോസ്റ്റ്, കക്കാറച്ചി, മുയൽ, ചിക്കൻ അലോട്ട്, പോത്തോറ, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, നത്തോലി ഫ്രൈ, കാട ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, ആറ്റുവാള ഫ്രൈ ഉണ്ട്, കാരി ഫ്രൈ ഉണ്ട്, കരി ഫ്രൈ ഉണ്ട്, വാഴയുടെ പൂളിച്ചുണ്ട്, വള്ളത്തിൽ ഫ്രൈ ഉണ്ട്, കൊഞ്ച് ഫ്രൈ ഉണ്ട്, നെയ്മീൻ ഫ്രൈ ഉണ്ട്, കാട ഫ്രൈ ഉണ്ട്. മമ്മി മാത്രമേ ഓരോ കുഞ്ഞു ഷെഡ് പോലെയാണ് കേട്ടോ അവരിങ്ങനെ ചെയ്തു വെച്ചേക്കണത്. അപ്പോൾ ആളുകളൊക്കെ മൊത്തം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എല്ലായിടത്തും ഫില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയി കാത്ത് നിന്ന് അങ്ങനെയായിരുന്നു. അവരുടെ ആൾക്കാർ പോകുന്തോറും ഓരോരുത്തർ ഇങ്ങനെ ഓടി കയറേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം തന്നെ ഒരു ഷെഡിൻ്റെ പറ്റിയിൽ പോയി ഇരുന്ന് കേട്ടോ. അപ്പം നിന്നപ്പോഴത്തേക്കും അവർ അതിൻ്റെ അകത്തിരുന്ന ആൾക്കാർ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ 2 ആൾക്കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തം അവർ ക്ലീൻ ചെയ്ത് പിന്നെ അപ്പനും അമ്മയും പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് ഞാനും ചേട്ടനും കൂടി നേരെ കിച്ചൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ വരും കേട്ടോ. എന്നിട്ട് അയാൾ നമുക്കിതൊക്കെ എന്തൊക്കെ കറികളാണെന്നൊക്കെ പറഞ്ഞു തരും. അവിടെ എല്ലാം ഇങ്ങനെ കിച്ചണിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ അമ്മയോട് വിളിച്ച് ചോദിച്ചു എന്തൊക്കെ വേണമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ പാൽ കപ്പയും പിന്നെ അതുപോലെ തന്നെ സാധാരണ കപ്പ ഉടച്ചതില്ലേ വേവിച്ചത് അത്, പിന്നെ കള്ളപ്പം, താറാവ് കറി, ലിവർ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, കക്ക വറുത്തത്, പിന്നെ കേരക്കറി,
കരിമീൻ പൊള്ളിച്ചത്, ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. 5 മിനിറ്റത്തെ താമസം, വേഗം തന്നെ അവരെല്ലാം കൊണ്ടുവന്നു കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് കൊണ്ടുവന്നപ്പോഴത്തേക്കും കരിമീൻ പൊള്ളിച്ചത് ഉണ്ടായിരുന്നില്ല, രണ്ടാമത് കൊണ്ടുവന്നപ്പോഴത്തേക്കും അതുമായിട്ട് വന്നു ആ ചേട്ടൻ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവില്ല കേട്ടോ, അത് ഞാൻ പറയാം. ചൂടുണ്ടാവില്ല, കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം ഇങ്ങനെ ഉരുളിച്ചട്ടിയിൽ ഉണ്ടാക്കി വെച്ചേക്കണതാണല്ലോ. പിന്നെ അപ്പോഴപ്പോഴേ ചൂടാക്കി തരണ പരിപാടിയില്ല. ആ ഒരു ഒറ്റ വട്ടം വെക്കുന്നത് തന്നെ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ കോരി തരും. പക്ഷേ കറികളൊക്കെ അപാര ടേസ്റ്റ്, ഒന്നും പറയാനില്ല കേട്ടോ, ഒരു കുറ്റം പറയാനില്ല. പിന്നെ എനിക്ക് ഇച്ചിരി ഒരു ഇഷ്ടക്കുറവ് തോന്നിയത് കാവുകൾക്ക് മാത്രമാണ് കേട്ടോ. എരിവൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി, അതാണ്. പിന്നെ ബാക്കിയൊന്നും പറയാനില്ല. ചെമ്മീൻ റോസ്റ്റൊക്കെ നല്ല അടിപൊളി, ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കണം. ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് വായിൽ കൊതി വരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കക്കയും നല്ല വലിയ കക്ക നല്ല മസാലയൊക്കെ പിടിച്ച് വറുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ലിവർ റോസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ നമ്മുടെ കരളില്ലേ അതങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണം. നമ്മുടെ ഇവിടെ വയ്ക്കണത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടാണ് ഇവിടെ കരൾ കറി വയ്ക്കണത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ കറിയൊക്കെ കഴിക്കണത്. പിന്നെ കേരക്കറി കാണുമ്പോൾ ഓർക്കും ഭയങ്കര മുളകായിരിക്കുമെന്ന്, പക്ഷേ ആവശ്യത്തിന് എരിവുള്ളത് കേട്ടോ. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല രുചിയുണ്ടായിരുന്നു. ഈ ചെമ്മീനും കക്കയൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഐസാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ നല്ല ഫ്രഷ് കഴിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് ഐസായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇത് ഫ്രഷ് ആണോ ഇല്ലയോ എന്ന്. പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചെമ്മീനാണ്. പിന്നെ അതേ കരിമീൻ പൊള്ളിച്ചതൊക്കെ ചേട്ടൻ തുറക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഗ്രേവിയൊക്കെ പിടിച്ചിട്ട്. കൂടുതൽ പിന്നെ കള്ളപ്പം, അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. കള്ളപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ. കറികൾക്കൊക്കെ ചൂടില്ലെങ്കിൽ കള്ളപ്പം അവരിങ്ങനെ എന്താ പറയുക ലൈവായിട്ട് അപ്പോഴപ്പോഴേ ചുട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കള്ളപ്പം നല്ല ചൂടുമായിരുന്നു. പിന്നെ കള്ള് പറഞ്ഞത് മുന്തിരിക്കള്ളും ആദ്യം മുന്തിരിക്കള്ള്, അപ്പനാണ് കള്ള് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അപ്പം പറഞ്ഞ് മുന്തിരിക്കള്ള് മതിയെന്ന്. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം പറഞ്ഞ് മധുരക്കള്ളും കൂടെ വേണം. അങ്ങനെ പിന്നെ ഇച്ചിരി അതിനും കുറവുള്ള ചെറിയൊരു കുടത്തിൽ മധുരക്കള്ളും കൂടെ പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പം കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിച്ചിരി മധുരക്കള്ളല്ല മുന്തിരിക്കള്ള് ഇത്തിരി മുത്തി നോക്കിയിട്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ചുവ പിടിച്ചില്ല. അങ്ങനെ പിന്നെ ചേട്ടനാണെങ്കിൽ മുത്തി നോക്കാൻ പോലും പറ്റില്ല, കാരണം വണ്ടി ഓടിക്കണത് കൊണ്ടേ. അമ്മ പിന്നെ ഈ വക പരിപാടിക്കൊന്നും നിൽക്കില്ല, സോഡ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മൾ വേസ്റ്റായെന്ന് ഞങ്ങൾ ഫുള്ളും കഴിച്ച്, കറികളൊക്കെ മൊത്തം കഴിച്ച് തീർത്ത്. പക്ഷേ കപ്പ ഇച്ചിരി ബാക്കി വന്നു. പിന്നെ കള്ളപ്പം ഒരെണ്ണമായിട്ട് ബാക്കി വന്നു. ബാക്കിയൊക്കെ ഒന്നും വേസ്റ്റ് ആക്കിയില്ല കേട്ടോ ഫുഡ്. പാൽക്കപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കഴിക്കാനുള്ള ഗ്യാപ്പ് വയറിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതും മതിയാക്കേണ്ടി വന്ന്. ആകെ ഒരു പ്ലേറ്റേ വാങ്ങിയുള്ളൂ. ഞങ്ങൾ കള്ളപ്പം ആദ്യം 6 ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടാമതും പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്കും ആർക്കും കപ്പ വേണ്ടെന്നായി. ഞാൻ പിന്നെ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പാൽക്കപ്പ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കണത് പാൽക്കപ്പ. പിന്നെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട്, അതായത് ഇങ്ങനത്തെ ഒരു കള്ള് ഷാപ്പിലൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കണത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും അപ്പനുമൊക്കെ മറ്റേ സാധാരണ കപ്പ ഉടച്ചത് കഴിച്ചു. പിന്നെ പാൽക്കപ്പ തൊട്ട് നോക്കില്ല കേട്ടോ. ഞാനും അമ്മയും ആമിക്കുട്ടിയും മാത്രമേ കഴിച്ചുള്ളൂ. ആലും കഴിച്ചില്ല അത്. കുടിക്കടി കുഴപ്പമില്ല, ശരീരം നല്ല കാണാവാനെടുത്തില്ലേ. വെറുതെ മേടിച്ചോ. ഞാനേ നമ്മളിവിടെ പോകുന്നതിന് മുന്നേ ഞാനും ചേട്ടനും കൂടി യൂട്യൂബിൽ കയറി കുറേ സെർച്ച് ചെയ്ത് കേട്ടോ. ആലപ്പുഴയിലെ നല്ല അടിപൊളി കള്ള് ഷാപ്പ്. അത് കള്ള് കുടിക്കാനല്ലല്ലോ നമ്മൾ പോകണത്, മെയിനായിട്ട് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടണത് എവിടെയാണെന്ന്. കാരണം ആലപ്പുഴയിൽ മുട്ടിന് കള്ള് ഷാപ്പുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ലത് ഏതാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടിട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആറ്റുമുഖമാണ് ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കണത്. അപ്പോൾ അതിൽ കുറേ പേര് പോയിട്ട് അവിടെ ആ ഷാപ്പിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്
വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പൈസയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് കുറച്ച് ഇതുണ്ടായിരുന്നു, ഭയങ്കര ബ്ലേഡ് ആയിരിക്കുമോ ഭയങ്കര പൈസയാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് നമ്മൾ ഉള്ളിലൊരു ഇത്ര തുകയാകുമോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ, പക്ഷെ അത്ര ആയില്ല കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ബ്ലേഡായിട്ട് എനിക്ക് തോന്നിയില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലോട്ട് വന്നു കേട്ടോ. ആലപ്പുഴ ബീച്ച് എന്താ ബീച്ച് കാണാത്ത പോലെയാണല്ലേ, നമ്മൾ കടലിൻ്റെ തൊട്ട് പറ്റേ കിടക്കണത്, പക്ഷേ ആലപ്പുഴ ബീച്ചിൽ പോയത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ കടപ്പുറത്തോട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയി കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനത്തെ ഒരു കളിക്കണ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിക്ക് അവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് അമ്മ 70 രൂപ കേട്ടോ ഒരു ടിക്കറ്റ്, 10 മിനിറ്റ് കളിക്കണതിന് 70 രൂപ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചീട്ടൊക്കെ മേടിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആമിക്കുട്ടി പടച്ച് കയറുന്നുണ്ട്. ഇച്ചിരി 2 വട്ടം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ചുമ വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി കേട്ടോ. 2 പ്രാവശ്യം കയറി, പിന്നെ മോളിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര ചുമ. പിന്നെ അമ്മ പറഞ്ഞ് ഇങ്ങോട്ട് പോരെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് നേരെ നമ്മുടെ കടലിൻ്റെ ഭാഗത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ കുളിക്കാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപകട സാധ്യത എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയില്ല, ഞാൻ പോയില്ല കാലൊന്നും നടക്കാൻ വേണ്ടിയിട്ട്. അമ്മ പോയി, ആമിക്കുട്ടി ഓടിപ്പോയപ്പോൾ അമ്മയും പോയി. പിന്നെ അമ്മയുടെ കാലിൽ വെച്ച ഷൂസൊക്കെ മൊത്തം നനഞ്ഞിപ്പോൾ ആയി കേട്ടോ. ഞാൻ പോയില്ല, കാരണം നമുക്ക് ഇങ്ങോട്ട് യാത്രയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കോട്ടൂച്ചിലൊക്കെ പോയിട്ട് കളിക്കണ പോലെ അല്ലല്ലോ. അത് പിന്നെ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തും. ഇത് നമ്മൾ ഇത്ര യാത്രയൊക്കെ ചെയ്ത് വരുമ്പോഴേ കാലിൽ ഉപ്പൊക്കെ ഇങ്ങനെ വിളഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല, ഞാനും അലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ തന്നെ നിന്നേച്ച്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ ആറിയിട്ടുണ്ടായിരുന്നില്ല, വെയിലുണ്ടായിരുന്നു നല്ല. പിന്നെ അധികം നേരം നിൽക്കാൻ നിന്നില്ല, നമ്മൾ പിന്നെ തിരിച്ച് നേരെ വണ്ടിയിലോട്ടാണ് പോരുകയും ചെയ്തത്. അങ്ങനെ അമ്മ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പോക്ക് പോണത്. എനിക്ക് മൂന്നാറൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ദിവസവുമില്ല, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെയും പരിപാടികളുണ്ട്. 7-ാം തീയതി ഒരു പരിപാടിയുണ്ട്, 8-ാം തീയതി ഒരു പരിപാടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിള്ളേരുടെ ക്ലാസ്, ചേട്ടൻ്റെ സ്കൂൾ ട്രിപ്പ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോകാമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തത് കേട്ടോ. ഇന്നത്തെ ദിവസം തന്നെ സെലക്ട് ചെയ്തത്. നമ്മുടെ അടുത്തുണ്ട് കേട്ടോ തൃപ്പൂണിത്തറ മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കള്ള് ഷാപ്പ്. അവിടെയും ഫാമിലി ആയിട്ട് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പിന്നെ ഇതൊരു ചെറിയൊരു യാത്രയുമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആലപ്പുഴയിലോട്ട് പോകുന്നത്. എനിക്കിങ്ങനെ ഞാൻ അവിടെ എന്താ പറയുക കുറേ വീഡിയോസിലൊക്കെ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം എന്നാൽ പിന്നെ അത് സ്ഥലവും കൂടെ കാണാമെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. ബാഗിൽ തന്നെ ഉണ്ട്, നോക്ക്, അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ തന്നെയാണോ തന്നത്? എനിക്ക് ഓർമ്മയില്ല. എൻ്റെ തന്നെങ്കിൽ ബാഗിലുണ്ടാവും, നന്നായിട്ട് നോക്കുന്നു. അല്ലാതെ തുണികളൊക്കെ എടുത്ത് മടക്കി പുറത്തിടരുത് കേട്ടോ. ചേട്ടാ കള്ളപ്പം വേണം. കവറിൽ വെച്ചെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ അത് ഇല്ല, ആരെങ്കിലും മേടിച്ചു തരും, ഉണ്ടാതിരിക്കും. അമ്മയുടെ ബാഗിലുണ്ടാവും, വേറെ എങ്ങും പോയിട്ടില്ല. ഇതിലില്ല മമ്മി, നോക്കണം. പിന്നെ ഞാൻ ചെന്നിട്ട് നോക്കി തരാൻ കൊച്ചു, ഇതിൽ കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്. ശപിക്കപ്പെട്ടെ ശപിക്കപ്പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലേ, പക്ഷെ അത് ശപിക്കപ്പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കാനായിട്ട് ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്ക് ഒരു 8 മണി 8:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊന്നും എടുത്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നത്, തിന്ന് ക്ഷീണം കൊണ്ടായിട്ട് ഞാൻ ഭയങ്കര ഉറങ്ങിപ്പോയി കേട്ടോ. അവിടെ നിന്ന് വന്ന് കുറച്ച് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഉറക്കമായി. വീടെത്തിയപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.